കുഞ്ഞായി മുസ്ലിയാരെന്ന് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. കുഞ്ഞായി മുസ്ലിയാർക്ക് ഒരു നൂൽമദ്ഹ് ഉണ്ട്. അങ്ങനെ ഒരു കാവ്യത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കുഞ്ഞായി മുസ്ലിയാർക്ക് ഒരു നൂൽമദ്ഹ് ഉണ്ട്. മഹാനരായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നൂൽ എന്ന വാക്ക് അത് തമിഴാണ് എന്ന് ചില ആളുകൾ പറഞ്ഞു. നൂൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് എഴുതിയിട്ട് അതിന് പേര് കൊടുത്തത് നൂൽ മദ്ഹ് എന്നാണ്. അങ്ങനെയാണ് മൊയിൻകുട്ടി വൈദ്യരുടെ മാപ്പിളപ്പാട്ടിൽ 12ഓളം ഭാഷകളുണ്ട്. ആധുനിക പാട്ടുകാരുടെ ഭാഷയല്ല, മൊയിൻകുട്ടി വൈദ്യരുടെ മാപ്പിളപ്പാട്ട് 12 ഭാഷകൾ. തമിഴും സംസ്കൃതവും അറബിയും മലയാളവും ചെന്തമിഴും തമിഴിന്റെ വകഭേദങ്ങളും എല്ലാം ചേർന്നതായി. അത്രയും ഭാഷകളിൽ പാണ്ഡിത്യമുള്ള ആളായിരുന്നു മൊയിൻകുട്ടി വൈദ്യർ. അതുപോലെ നൂൽമദ്ഹ് രചിച്ചിട്ട് മഹാനരായ കുഞ്ഞായി മുസ്ലിയാർ അത് ആദ്യം പാടിക്കൊടുത്തത് മങ്ങാട്ടച്ചൻ എന്ന ഹൈന്ദവനായി. മങ്ങാട്ടച്ചൻ എന്ന ഹൈന്ദവനാണ് കുഞ്ഞായി മുസ്ലിയാരുടെ നൂൽമദ്ഹ് കേട്ടത്. ആ മങ്ങാട്ടച്ചൻ എന്ന ഹൈന്ദവനാണ് സാമൂതിരിയോട് പറഞ്ഞത്, രാജാവേ, കുഞ്ഞായിനെന്ന നമ്മുടെ ഈ കൊട്ടാരത്തിന്റെ ചുറ്റുഭാഗത്ത് തന്നെ ജീവിക്കുന്ന മുസ്ലിം പണ്ഡിതനായ മഖ്ദൂമിന്റെ ശിഷ്യനായ കുഞ്ഞായി മുസ്ലിയാർ, അയാളൊരു മനോഹരമായ കാവ്യം രചിച്ചിട്ടുണ്ട് രാജാവേ. സാമൂതിരി രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കുഞ്ഞായി മുസ്ലിയാർ വന്നു. മങ്ങാട്ടച്ചൻ പറഞ്ഞല്ലോ, നിങ്ങളൊരു കാവ്യം രചിച്ചെന്നൊന്നു പാടുമോ? മഹാനരായ കുഞ്ഞായി മുസ്ലിയാരുടെ നൂൽമദ്ഹ് അറ്റു വീഴുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വർണ്ണനകളുടെ പുകഴ്ചകളുടെ പാട്ടുകൾ സാമൂതിരിയുടെ കൊട്ടാരത്തിൽ ഇങ്ങനെ ഓളം തല്ലുകയാണ്. അവിടെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, എത്ര മനോഹരം, എത്ര മനോഹരം, വളരെ ഭാഷാ വൈഭവമുള്ളയാൾ. കുഞ്ഞായി മുസ്ലിയാരുടെ പാട്ടിങ്ങനെ അധികരിച്ചതിന്റെ വരികൾ ഇങ്ങനെ ചൊല്ലി 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 നൂൽമദ്ഹിന്റെ വരികൾ ഇങ്ങനെ ചൊല്ലി ചൊല്ലി തീരുന്ന ഉടനെ ഇരുന്ന ഇരിപ്പിടത്തിൽ നിന്ന് ഹൈന്ദവനായ സാമൂതിരി രാജാവ് എഴുന്നേറ്റു. കുഞ്ഞായി മുസ്ലിയാർ എന്ന മുസ്ലിം പണ്ഡിതന്റെ അരികിലേക്ക് വന്നു. 2 കൈകളും കൊണ്ട് ചേർത്ത് പിടിച്ചു. കുഞ്ഞായി, എത്ര മനോഹരമായ വരികൾ! നിങ്ങളുടെ പ്രവാചകനെ പ്രകീർത്തിച്ചെഴുതിയ ഈ വരികളുടെ മനോഹാരിത എത്രയാണ്! ആ മദ്ഹ് പ്രസിദ്ധീകരിക്കാനുള്ള പണം നിങ്ങൾക്ക് വേണോ? എന്റെ ഖജനാവിൽ നിന്നു തരാം. ഹൈന്ദവനായ സാമൂതിരി രാജാവാണ് കുഞ്ഞായി മുസ്ലിയാരുടെ നൂൽമദ്ഹ് അച്ചടിച്ചു വിതരണം ചെയ്യാനുള്ള ആദ്യത്തെ സംഖ്യ നൽകിയത്. ഖജനാവ് തുറന്നിട്ട് പറഞ്ഞ ആവശ്യമുള്ളത് എടുത്തോ. നമ്മുടെ ഇടയിൽ മനുഷ്യത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതമൈത്രിയുടെയും ചരിത്രങ്ങളും ചിത്രങ്ങളും ഉണ്ട്. ഇന്നലകളിൽ നമ്മൾ പരസ്പരം സന്തോഷത്തോടെ ജീവിച്ചവരാണ്. നമ്മളെ തമ്മിലടിപ്പിക്കാൻ, നമുക്കിടയിൽ വൈരാഗ്യങ്ങൾ ഉണ്ടാക്കാൻ, അതിന്റെ മറവിലൂടെ നമ്മൾ അനുഭവിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളെ മറച്ചുപിടിക്കാൻ നടക്കുന്ന ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി സമൂഹം പ്രതിരോധിക്കേണ്ടതുണ്ട്. 921 ഓഗസ്റ്റിൽ ആലി മുസ്ലിയാരെ പിടിക്കാൻ തിരൂരങ്ങാടി പള്ളി വളഞ്ഞപ്പോ മുൻഗാമികളാണ് ആലി മുസ്ലിയാരും വാരിയങ്കുന്നനും. ഇവരൊക്കെ നമ്മൾക്ക് ചരിത്രപരമായി അവതരിപ്പിക്കപ്പെടാൻ മാത്രമുള്ളവരല്ല. അവരുടെ ചരിത്രത്തിന്റെ പിന്നാമ്പുറത്തു നിന്ന് ആത്മീയമായി അവർക്ക് കരുത്തു പകർന്ന ഈമാനിന്റെ കണികകൾ എവിടെയാണെന്ന് അന്വേഷിക്കേണ്ടവരാണ് നമ്മൾ. നോക്കൂ, ആലി മുസ്ലിയാർ ആരായിരുന്നു? അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന്റെ തലേ രാത്രിയിൽ ഒരു ഗറില്ലയുടെ പോരാട്ടമോ അങ്ങനെ ഒരു പുസ്തകം കേരളത്തിൽ ആലി മുസ്ലിയാരുടെ അവസാന നിമിഷങ്ങളെ സംബന്ധിച്ച് കാണാം. അതിൽ കാണും 921 ഓഗസ്റ്റിൽ ആലി മുസ്ലിയാരെ പിടിക്കാനൊരുങ്ങുമ്പോ തിരൂരങ്ങാടി പള്ളിയുടെ മുമ്പിൽ സൈന്യം വന്ന് നിൽക്കുമ്പോ തലേ രാത്രിയിൽ ആലി മുസ്ലിയാരെ പണിയെന്താ? ഹദ്ദാദ് റാത്തിബിയല്ല, ഹദ്ദാദ് റാത്തിബും ജല്യോജീനവും നൽകിയിട്ടാണ് മഹാന്മാരായ മുൻഗാമികളുടെ ചരിത്രത്തിലെ ഈമാനികമായ പകിട്ടു കണ്ടില്ലേ? ഹദ്ദാദിന്റെ ദിക്റുകളും ജല്യോജീനവും വിളമ്പിയിട്ട് പള്ളിയിൽ നിന്നവരിറങ്ങി വരികയാണ്. നെഞ്ചു വിരിച്ചുവിടുത്ത ബ്രിട്ടീഷ് അധികാരികളുടെ മുന്നിലേക്ക് അവർ വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്മരണയിൽ ലയിച്ച് ആ സ്മരണയിലായി അവരുടെ ജീവിതത്തെ കെട്ടിപ്പടുത്തുവെന്ന് മാത്രമല്ല, ആ സ്മരണയിലായി അവർ ജീവിച്ചുവെന്ന് മാത്രമല്ല, പ്രതിസന്ധികളുടെ എല്ലാ സ്ഥലങ്ങളിലും അവർ മുറുകെ പിടിക്കുകയാണ്.
വിശുദ്ധമായ ഹദ്ദാദ് റാത്തിബിന്റെ വചനങ്ങൾ ചൊല്ലിയിട്ടാണ് ആലി മുസ്ലിയാർ പാതിരാവിൽ ഹദ്ദാദും ചൊല്ലിയിട്ടാണ് ഇറങ്ങി വരുന്നത്. അറസ്റ്റ് ചെയ്തോ, ഈ രാജ്യത്തിനു വേണ്ടി ഞാൻ നടത്തിയ പോരാട്ടങ്ങളൊക്കെയും നിങ്ങളുടെ കണ്ണിലൂടെ നോക്കുമ്പോ നിങ്ങൾക്കെതിരെ നടത്തിയ സമരങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഞാൻ എൻ്റെ രാജ്യത്തിന് നടത്തിയ പോരാട്ടങ്ങളാണ്. അറസ്റ്റ് ചെയ്തോ. നെഞ്ചുവിരിച്ച് ഗറില്ലകളായ ആളുകൾ ഓരോരുത്തരായി ബ്രിട്ടീഷുകാരുടെ അരികിലേക്ക് നടന്നു വരുന്ന നേരത്ത് അവരുടെ മുന്നിൽ നടന്നു വന്ന ആലി മുസ്ലിയാർ തലേ രാത്രിയിൽ ഹദ്ദാദ് ചൊല്ലിയിട്ട് അതിന്റെ വജീനവും വിതരണം ചെയ്തു വന്നവരാണ്. ഇന്ന് നമ്മുടെ പള്ളിയിൽ ഹദ്ദാദ് നടക്കാറുണ്ട്. പക്ഷെ അതാർക്കാ? ഉസ്താദിനും മുത്തല്ലിമീങ്ങൾക്കും മാത്രമായി റിസർവ് ചെയ്യപ്പെട്ട ഒരു സംഭവമായി പള്ളികളിലെ ഹദ്ദാദ് മാറിയിട്ടുണ്ട്. അതിന് മാറ്റണ്ട. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നമ്മുടെയൊക്കെ ഇന്നലകളിൽ നമ്മുടെ മഹാരഥന്മാർ ആത്മീയമായി ഊർജം ഉൾക്കൊണ്ട വചനങ്ങൾ, ആ വചനങ്ങളെയാണ് ഹദ്ദാദ് റാത്തിബായി നമ്മൾ ചൊല്ലുന്നത്. അത് ചൊല്ലുമ്പോ നമ്മൾ കൂടെയുണ്ടാകണം, നമ്മൾ ചൊല്ലണം. കാരണം നമ്മുടെ മുൻഗാമികളുടെ ജീവിതം മുഴുവനും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആത്മീയമായ ഉപാസനകളില്ലാതെയുള്ള ജീവിതങ്ങൾ, നിസ്കാരം കളാക്കിയിട്ടുള്ള ചർച്ചകൾ, നിസ്കാരമില്ലാതെയുള്ള മുദ്രാവാക്യങ്ങൾ, അതൊന്നും ഈ സമൂഹത്തിന് ഉപകാരപ്പെടില്ല. നമ്മുടെ ആരാധനകളിലേക്ക്, സാധനകളിലേക്ക് നമ്മൾ തിരിച്ചു വരൂ. മഹാന്മാരുടെ മുൻഗാമികളുടെ പാതയെ അവലംബിക്കൂ. അതുകൊണ്ടാണല്ലോ പാതിരാവ് മുഴുവനും ദിക്റു ചൊല്ലിയിട്ടവർ അജഞ്ചലരായി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം സ്വപ്നം കണ്ടുകൊണ്ട് ശത്രുക്കളായവരുടെ നടുത്തളത്തിലേക്ക് അവർ ഇറങ്ങി നിന്നത്. ഹദ്ദാദ് റാത്തിബ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ എന്താണ് അതിൽ ചെല്ലുന്നത് എന്ന് വിചാരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഹദ്ദാദ് റാത്തിബിലെ ദിക്റുകൾ മഹാനരായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി പഠിപ്പിച്ച ദിക്റുകൾ, വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ദിക്റുകൾ, അതെല്ലാം സമാഹരിച്ചതാണ് ഹദ്ദാദ് റാത്തിബ്. അതിന്റെ സമാഹരണം അതൊരുമിച്ച് കൂട്ടിയത് മഹാനരായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. മഹാനരായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ചൊല്ലിയ ദിക്റുകളുടെ സമാഹാരമാണ് മുഹീദ്ദീൻ റാത്തിബ് എന്ന് പറയുന്നത്. ആ റാത്തിബ് തുടങ്ങുന്നതോ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ തുടങ്ങി അല്ലാഹ് 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 എന്ന ദിക്റിൽ. അങ്ങനെ ദിക്റും ചൊല്ലി നടന്ന ആളുകൾ നോക്കൂ, ഇസ്ലാമിക ചരിത്രം നോക്കൂ. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ വായിക്കാറില്ലേ? സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചടക്കിയ ചരിത്രം വായിച്ചിട്ടില്ലേ? സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ പട്ടാളം ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കുമ്പോ കൂടെയുണ്ടായിരുന്നതിലെ ഭൂരിപക്ഷവും ആളുകൾ ആരായിരുന്നു? അവരുടെ പവർ എന്തായിരുന്നു? അവരുടെ ഈമാനിന്റെ ഉറവിടം എവിടെയാണ്? സയ്യിദുനാ ഖുതുബുൽ അഖ്താബ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മുരീദുമാർ അവരാരായിരുന്നു? അവര് ചൊല്ലി നടന്ന ആളുകൾ അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. ആ ദിക്റൊക്കെ ചൊല്ലി ആത്മാവിനെ സ്ഫുടം ചെയ്തെടുത്ത ആളുകൾ അവരായിരുന്നു സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ പട്ടാളം. ആ സുൽത്താൻ സലാഹുദ്ദീനാണ് ചരിത്രം രചിച്ചതെങ്കിൽ അവിടെയും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുരീദുമാരെ കാണാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാരഥന്മാരുടെ രാത്രികളെ നമ്മൾ അനുസ്മരിക്കുമ്പോ, നമ്മുടെ കൺമുന്നിൽ മറഞ്ഞുപോയ ജീവിതങ്ങളെ പറയുമ്പോ, ഹദ്ദാദ് റാത്തിബിനെ പറയുമ്പോ, മഹാന്മാരുടെ ദിക്റുകളെ സംബന്ധിച്ചു വർത്തമാനം പറയുമ്പോ അവരുടെ ജീവിതത്തിന്റെ വലിപ്പം എത്രയാണ്! കുറെ അത്ഭുതങ്ങൾ ഇവിടെ കാണിച്ച് കടന്നുപോയവരല്ല, മറിച്ച് അവരുടെ ജീവിതം കൊണ്ട് അല്ലാഹുവിലേക്ക് അടുത്തു ചേർന്നവരാണ്. കണ്ടില്ലേ, 25 ആണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയത്നേകൽക്കേ
താലേ ഇരുന്നോവർ യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി അബ്ദുൽ ഖാദിർ ജീലാനി 25 കൊല്ലം അവര് നടന്നു. ആ 25 കൊല്ലവും അവരുടെ ചിന്ത എന്തായിരുന്നു? സദാ അള്ളാഹുവിന്റെ ദിക്റിലായിരുന്നു, സദാ റബ്ബിന്റെ ഫിക്റിലായിരുന്നു. എല്ലായ്പ്പോഴും അവരുടെ ചുണ്ടുകൾ ചലിച്ചിരുന്നു. ആ ചലിച്ചിരുന്നതാണ് അന്തൽ ഹാദി അന്തൽ ഹഖു ലൈസൽ ഹാദി ഇല്ലാഹു യാ റബ്ബു യാ നൂറു യാ ഹഖു യാ മുബീൻ. 25 കൊല്ലം അവര് ഊണും ഉറക്കവും ഇല്ലാതെ അള്ളാഹുവിനെ ആരാധിക്കുകയായിരുന്നു. നനവേറും ഐഷാത്തോളൂതൂരോലൂവാലെ 40 റ്റാണ്ടോളം സുബ്ഹി തൊഴുതോവർ. 40 കൊല്ലം അവർ ഇശാഇന്റെ വുളൂ കൊണ്ട് സുബ്ഹി നിസ്കാരം വരെ ആരാധനകളിലായിരുന്നു. ആരാധനകൾ അവസാനിക്കുമ്പോൾ സുബ്ഹി ബാങ്കാണ്. അവിടെ അവർ സുബ്ഹിയും നിസ്കരിച്ചു. നമ്മുടെ മുൻഗാമികളുടെ മുഴുവനും രാത്രികൾ അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കണ്ടില്ലേ? മഹാനവറുകളുടെ രാത്രികൾ 3 വിധമാണ്. മഹാനവറുകളുടെ രാത്രികൾ 3 വിധത്തിലാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഭാഗങ്ങളെ മാറ്റി നിർത്തിയാൽ 3ആയി പകുത്ത 3ാമത്തെ രാത്രിയുടെ ഭാഗം വരുമ്പോ അവര് ഇബാദത്തിലാണ്. അവരുടെ കണ്ണുകൾ നിറഞ്ഞ അല്ലാഹുവിലേക്ക് അവർ കൈനീട്ടുകയാണ്. പാതിരാവ് മുഴുവനും അവർ ഉരുകുകയാണ്. അല്ലാ നാളെ ചെല്ലാനുള്ള ഇടവും ചേരാനുള്ള സ്ഥലവും എവിടെയാണ്? ഔലിയാക്കളെ പറയുമ്പോ കഥകളും അത്ഭുതങ്ങളും പറഞ്ഞാൽ തീർന്നു പോകില്ല. എന്നാൽ അതിലും അപ്പുറം നമ്മൾ ചിന്തിക്കേണ്ടത് എത്രയാണ്? അവരുടെ ജീവിതത്തിന്റെ ചിട്ട എന്താണ്? മുഹൈദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു 40 കൊല്ലം രാത്രിയിൽ ഇശാഇന്റെ വുളൂ കൊണ്ട് സുബ്ഹി നിസ്കരിക്കുകയാണ്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു രാത്രിയിൽ ആരാധനയിലാണ്. മോളെ, എന്റെ ഉസ്താദായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് പാതിരാവിൽ വുളൂ ചെയ്യാനുള്ള വെള്ളം ഒരുക്കണേ മോളെ. മഹദിയായ തന്റെ മകളോട് മഹാനരായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എന്റെ മോളെ, രാത്രിയിൽ ഉസ്താദിന് ഇബാദത്ത് ചെയ്യാനുണ്ട്. ആ രാത്രി നേരത്തേക്ക് അവിടുന്ന് വെള്ളം ഒരുക്കി വെക്കണേ മോളെ. പാതിരാവ് മുഴുവനും ഇബാദത്തുകൾക്ക് അവർ മാറ്റിവെക്കുകയാണ്. ഇമാമുൽ ആലം അബൂ ഹനീഫ ആരാണ്? മഹാപണ്ഡിതരാണ്, വിശ്രുതരാണ്. ഇശാഇന്റെ നേരത്ത് പള്ളി അടയ്ക്കാൻ പോകുമ്പോ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇബാദത്തിലാണ്. രാവിലെ മുഅദ്ദിന് പള്ളി തുറക്കുമ്പോഴും മഹാനവറുകൾ ഇബാദത്തിലാണ്. ഒരേ ഇരുത്തമാണ്, അനങ്ങിയോന്നറിയില്ല. അനങ്ങിയതുപോലും അറിയുന്നില്ല. അന്ന് കണ്ട അതേ അവസ്ഥയിൽ, രാത്രിയിൽ ഇരുന്ന അതേ അവസ്ഥയിൽ, പാതിരാവിൽ കണ്ട അതേ കോലത്തിലാണ് സുബ്ഹിയുടെ നേരത്തും അവരുള്ളത്. അബൂ ഹനീഫ ഇമാമിനോട് പള്ളി തുറക്കാൻ വന്ന മുഅദ്ദിൻ ചോദിക്കുകയാണ്, ഇമാമുൽ ആലമേ, അങ്ങീ രാത്രി മുഴുവനും ഇവിടെ എന്തെടുക്കുകയാണ്? മഹാനരായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ആ ആളിനോട് മഹാനവറുകൾ പറഞ്ഞു, മോനെ, ഇശാഇന്റെ ജമാഅത്തിൽ നിസ്കരിക്കുമ്പോ ഇമാമിന്റെ വായയിൽ നിന്ന് ഞാനൊരു വചനം കേട്ടുപോയി.
ഇമാമത്തു നിൽക്കുന്നയാളുടെ ഖിറാഅത്ത് കേട്ടപ്പോ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. നന്മയാണോ തിന്മയാണോ അണുമണിത്തൂക്കം ചെയ്തിട്ടുള്ളത് അതിനെ എത്തിക്കുമെന്ന വചനം കേട്ട സമയത്ത് നന്മയാണോ ചെയ്തത് തിന്മയാണോ ചെയ്തത്, നാളെ പാരത്രിക ലോകത്ത് അണുമണിത്തൂക്കം നന്മ ചെയ്തവൻ അതിനെ എത്തിക്കും, തിന്മ ചെയ്തവൻ അതിനെയും എത്തിക്കുമെന്ന നേരം ഞാൻ ആ വചനം കേട്ടപ്പോ ആ വചനത്തിലങ്ങ് ലയിച്ചുപോയി. അല്ലാ അല്ലാ, പടച്ചവന്റെ മുന്നിൽ നാളെ എനിക്ക് നന്മയാണോ, പടച്ചവന്റെ മുന്നിൽ എനിക്ക് നാളെ തിന്മയാണോ? ഒരണുമണിത്തൂക്കം നന്മയെങ്കിലും എൻ്റെ റബ്ബിന്റെ മുന്നിൽ എനിക്ക് എത്തിക്കാനുണ്ടോ? ഒരു ചെറിയ തിന്മയെങ്കിലും കാരണം ഞാൻ ആ റബ്ബിന്റെ കോടതിയിൽ നിന്നു പോകുമോ? പാതിരാവ് മുഴുവനും കരഞ്ഞുപോയി ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ തട്ടി വിളിക്കുകയാണ്, തങ്ങളെത്ര വലിയ മഹാനാണ്, പള്ളിയിൽ സുബ്ഹി ബാങ്കിന്റെ സമയമായിട്ടുണ്ട്, അതുകൊണ്ട് വുളൂ ചെയ്തു വരൂ. ഇശാഇന്റെ സമയം കഴിഞ്ഞ് ആയത്തുകളെ ആലോചിച്ചിരുന്നതാണ്. സുബ്ഹിന്റെ സമയമായിട്ടുണ്ട്, പക്ഷേ അവരറിയുന്നില്ല. സദാ അവരുടെ ഹൃദയം അല്ലാഹുവിൽ ലയിക്കുകയാണ്, കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാണ്. ഇത് നമ്മുടെ മുൻഗാമികളുടെ ജീവിതക്രമങ്ങളാണ്. പാതിരാവ് മുഴുവനും പാടി പാടി കരഞ്ഞുപോയവരെ നമുക്ക് എത്രയാണ് പറയാനുള്ളത്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി ആഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. പടച്ചവനെ, സ്വർഗത്തിന്റെ അഹ്ലുകാരനാകാൻ എനിക്ക് കഴിയില്ല, നിന്റെ നരകത്തെ വരിക്കാനുള്ള ഖുവത്ത് എനിക്കില്ല, ആവതെനിക്കില്ല, അഭിമുഖീകരിക്കാനുള്ള ശക്തി എനിക്കില്ല. അല്ലാ, തൗബ തരണേന്ന് പാതിരാവിൽ കരഞ്ഞു കരഞ്ഞു പ്രാർത്ഥിച്ചു പോയ മുൻഗാമികൾ എത്രയാണ്. ആലോചിച്ചു നോക്കൂ, നമ്മുടെ രാത്രികൾ എങ്ങനെയാണ്? ചെറുപ്പക്കാരാ, മൊബൈൽ ഫോണുകളിൽ എത്രയോ സമയം നമ്മൾ ചെലവഴിക്കുകയാണ്. പാതിരാവ് നമ്മൾ അതിൽ തള്ളി നീക്കുകയാണ്. നമ്മളോ ഉറക്കപ്പായയിൽ ഉറങ്ങുന്ന നേരത്തോ ഊണും ഉറക്കവും അതൊന്നുമേ ഇല്ലാതെ മഹാന്മാരായ നമ്മുടെ മുൻഗാമികളോ ആ സമയത്ത് അവർ ഇബാദത്തിലാണ്. നമ്മുടെ നേതാവായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് ളലബ്തു സുന്നത മൻ അഹ്യൽ ളലാമ ഇലാ അനിഷ്തകത് ഖദമാ ഹുല്ലുറ മിൻ വറമീ. കാൽപാദങ്ങൾക്ക് നീര് വരുന്നതുവരെ ഇബാദത്തിലാണ്, ആരാധനകളിലാണ്. അല്ലാഹുവിന്റെ റസൂൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ തട്ടിച്ചു വായിക്കണ്ടേ? നമ്മുടെ മഹാന്മാരെ പറയുമ്പോ അവരുടെ ജീവിതത്തിലേക്കൊന്ന് തട്ടിച്ചു നോക്കണ്ടേ? അവരുടെ ജീവിതം എങ്ങനെയാണ് ഇത്രയും അനുസ്മരിക്കപ്പെടാൻ മാത്രമുള്ള പവിത്രതയുള്ള ജീവിതങ്ങളായത്? അവരല്ലാഹുവിൽ ലയിച്ചു നടക്കുകയായിരുന്നു. എല്ലാം അവരുടെ കണ്ണിൽ കണ്ടതെല്ലാം, ചുണ്ടിൽ വന്നതെല്ലാം, ഹൃദയം
കൊരുത്തതെല്ലാം ദിക്റുകളാണ്. ആ അനുഭവങ്ങളാണ് അവർ ചൊല്ലിയത്. അല്ലാഹു ഹാദിരീ. മുഅ്മിനീങ്ങളെ, പാതിരാവിൽ നിസ്കരിക്കാൻ ചില ആളുകൾക്ക് ഇപ്പൊ കഴിയാറില്ല. കാരണം പല മെഡിസിനും നമ്മൾ രാത്രിയിൽ കഴിക്കുന്നത് കഴിച്ചു കിടന്നാൽ ഒരു ബോധവും ഉണ്ടാകാറില്ല. ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെയുള്ള കൾച്ചർ ഇന്ന് വളരെ താമസിച്ച് കിടന്നുറങ്ങിയിട്ട് സുബ്ഹിന്റെ സമയം പോലും ഖളാ ആകുന്ന തരത്തിലുള്ളതുണ്ട്. ചിലരെ താമസിച്ചുറങ്ങിയാലും സുബ്ഹി നിസ്കരിക്കാറുണ്ട്. പാതിരാവിലെ ഇബാദത്തിന്റെ മഹിമ എത്രയാണെന്നറിയുമോ? മഹാന്മാരുടെ സദസ്സിൽ വന്ന് പിരിയുമ്പോ നമ്മൾ കൽബിൽ കുറിക്കണം, എല്ലാ രാത്രിയിലും നമ്മൾ ഒരല്പനേരം നമ്മളൊന്നിരിക്കണം. ആരുടെ മുമ്പിലാണ്? എൻ്റെ വാപ്പയേക്കാൾ, എൻ്റെ ഉമ്മയേക്കാൾ, എൻ്റെ ഭാര്യയേക്കാൾ, എൻ്റെ മക്കളെക്കാൾ എന്നെ അറിയുന്ന ഒരുവനില്ലേ? അവനാണ് അല്ലാഹ്. പടച്ചവനെ കുറിച്ച് ആലോചിക്കാൻ ഒരല്പനേരം കണ്ടെത്തണം. അവനോട് സംഭാഷണം നടത്താൻ ഒരല്പസമയം കാണണം. മുഅ്മിനേ, 24 മണിക്കൂർ നമ്മൾ ചെലവഴിക്കുന്നില്ലേ? ഒരു സമയം അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്നിരിക്കണം, അവനെ ഒന്ന് കൽബ് കൊണ്ട് വരിക്കണം. ആരാണ് എൻ്റെ റബ്ബ്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒരു മനുഷ്യനോട് നമ്മൾ അപമര്യാദയായി പെരുമാറിയെന്ന് വിചാരിക്കൂ. നമ്മൾ ഒരാളോട് മോശം വർത്തമാനം പറഞ്ഞു എന്ന് കരുതൂ. നമ്മൾ ഒരാളോട് പൈസ വാങ്ങിയിട്ട് സമയമായപ്പോ കൊടുക്കാനില്ലാതെ ബുദ്ധിമുട്ടിയെന്ന് കരുതൂ. അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ ഒരാളോട് അക്രമം വന്നുപോയി എന്ന് കരുതൂ. എല്ലാ കാലവും നമ്മളെ കാണുമ്പോൾ അത് പറയാറില്ലേ? നമ്മുടെ തെറ്റുകൾ നമ്മുടെ ഭാര്യമാര് നമ്മളോട് പറയാറില്ലേ? കുറച്ചുകൂടി കടുപ്പം കൂടിയാൽ ആളുകളുടെ മുന്നിൽ അത് പറയാറില്ലേ? ഭാര്യമാരും മക്കളും കുടുംബവുമൊക്കെ നമ്മുടെ തെറ്റുകൾ കണ്ടാൽ പലപ്പോഴും അതെടുത്ത് ഉപയോഗിക്കാറില്ലേ? ആരെങ്കിലും നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പലതവണ നമ്മൾ ഒരാളോട് തെറ്റു ചെയ്താൽ പിന്നെ അയാൾ നമുക്ക് മുഖം തരുമോ? എന്നാൽ ഏതെല്ലാം തെറ്റു ചെയ്താലും, ഏതെല്ലാം അപരാധം ചെയ്താലും, ഏതെല്ലാം വൃത്തികേട് ചെയ്താലും, ഏതെല്ലാം തോന്നിവാസം ചെയ്താലും, രഹസ്യമായി ഏത് താന്തോന്നിത്തരം ചെയ്താലും, ഏതെല്ലാം മ്ലേച്ഛതകളിൽ പെട്ടാലും, നീ സമൂഹത്തിന്റെ മുന്നിലേക്ക് വരുമ്പോ അതൊന്നും ആരെയും അറിയിക്കാതെ മറച്ചു പിടിക്കുന്ന ഒരുവനില്ലേ? അവനല്ലേ നിന്റെ റബ്ബ് അല്ലാഹ്. മുഅ്മിനേ, അവനത്ര സ്നേഹമുള്ളവനാണ്. നിന്റെ അപരാധം ഇന്ന് വരെ അവൻ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ടില്ല. നീ ചെയ്ത തെറ്റുകളെ പറഞ്ഞിട്ടില്ല. നീ തെറ്റു ചെയ്താൽ ഉറ്റ കൂട്ടുകാരനും നിനക്ക് പൈസ തന്നവര് പിന്തരാറില്ല. തെറ്റു ചെയ്തവരോട് നമ്മൾ ആനുകൂല്യം പ്രഖ്യാപിക്കാറില്ല. നീ തെറ്റു ചെയ്യാറുണ്ട്, പക്ഷേ നീ ഇന്നും ശ്വാസോച്ഛ്വാസം നീ അനുഭവിക്കുന്നില്ലേ? മോനെ, ഈ ദുനിയാവിലെ കുടിവെള്ളം നിനക്ക് ലഭിക്കുന്നില്ലേ? നിന്റെ റിസ്ക് നിനക്ക് ലഭിക്കുന്നില്ലേ? തടഞ്ഞിട്ടുണ്ടോ? മാലിക്കുൽ മുൽക്കായ അല്ലാഹ്, അവൻ തന്ന കണ്ണല്ലേ ഈ കണ്ണ്, അവൻ തന്ന കേൾവിയല്ലേ നമുക്കുള്ളത്, അവനല്ലേ എല്ലാം തന്നത്, അവൻ തരാത്തതൊന്നുമില്ല, അവനല്ലേ എല്ലാം. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ.
ആ റബ്ബിന്റെ മുമ്പിൽ ഒന്നിരിക്കണം. പാതിരാവിലെന്റെ അപരാധങ്ങളൊന്നു പറയണം. രണ്ടു കണ്ണുമൊന്നു നിറഞ്ഞൊലിക്കണം. അല്ലാ, നിന്നോട് തെറ്റു ചെയ്തു പോയ ഹൃദയം വിതുമ്പണം. അതിന്റെ ഫലം എന്താണെന്നറിയോ? കണ്ണിൽ നിന്ന് കണ്ണീര് വന്നു പോയാൽ നരകം തടയപ്പെട്ടുപോയി. ഉമ്മമാരേ, ഉപ്പമാരേ, എന്റെ ചെറുപ്പക്കാരേ, ചിരിക്കാൻ നമുക്കൊക്കെ ഇഷ്ടമാണ്. ചിരിയുള്ള കാഴ്ചകൾ കാണാൻ ഇഷ്ടമാണ്. ചിരിപ്പിക്കാൻ ഇഷ്ടമാണ്. ചിരിക്കുന്നവരെയും ഇഷ്ടമാണ്. എന്നാലോ നിന്റെ കണ്ണുകളൊന്നു നനഞ്ഞു കുതിർന്നാൽ നിന്റെ നരകം അതു കാരണം തടയപ്പെട്ടുപോയി. ഒരു രാത്രിയിലെങ്കിലും കരഞ്ഞോ? അല്ലാ, ആലോചിച്ച് നിങ്ങളുടെ കണ്ണുനീർ തുള്ളികളൊന്നിട്ടിക്കോ. മഹാന്മാരവരുടെ പദവിയിലെത്തിയതെങ്ങനെയാണ്? പാതിരാവ് മുഴുവനും കരഞ്ഞതാണ്. പാതിരാവ് മുഴുവനും ദിക്റു ചൊല്ലിയതാണ്. പാതിരാവ് മുഴുവനും റബ്ബിനെ അനുഭവിച്ചതാണ്. മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ദിക്റുകൾ തീരുന്നത് കണ്ടില്ലേ? അല്ലാഹുവിൽ ലയിച്ചു 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 ചേർന്നിട്ടാണ്. അല്ലാ അല്ലാ അല്ലാ. ഈ ദിക്റുകളിലായി അവരുടെ ജീവിതം അവർ മാറ്റിവെച്ചത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല മുഹീദ്ദീൻ ശൈഖ്. അല്ലാതെ പെട്ടെന്നൊരു നാള് പൊട്ടിമുളച്ചതല്ല. മുഹീദ്ദീൻ ശൈഖ് തങ്ങളോ 33 കൊല്ലം അള്ളാഹുവിന്റെ ദീനു പഠിച്ചവരാണ്. ദീനു പഠിച്ചു മാത്രമല്ല, നന്നായി അള്ളാഹുവിന്റെ ദീനിനെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തവരാണ്. ശരീഅത്തനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിയവരാണ്. അള്ളാഹുവിന്റെ ദീനാണ് അവരുടെ ജീവിതം. അതിനപ്പുറമില്ല ഇപ്പുറമില്ല. ഔലിയാക്കളുടെ നേതാവാണ്. പക്ഷേ ശരീഅത്തിന്റെ നിയമങ്ങളിൽ വിട്ടുവീഴ്ചയില്ല. ശാഫിഈ മദ്ഹബിലെ മുഫ്തിയാണ്. അതുപോലെ ഒരു അവസരം വരുന്ന നേരത്ത് പെട്ടെന്ന് ഹംബലി മദ്ഹബിന്റെ നേതൃത്വം ഏറ്റെടുത്ത മഹാനാണ്. അശ്ശാഫിഈയ ഫസിർതൽ ഹംബലിയ ബിലാ. അങ്ങനെ ഓരോ മദ്ഹബുകളും ഇഴകീറി പറയണമെങ്കിൽ അവരുടെ ആഴമെത്രയാണ്, അറിവിന്റെ ആഴിയെത്രയാണ്. ആ അഖ്താബുകളുടെ ലോകത്ത് ജീവിച്ചിരുന്ന മഹാരഥന്മാരുടെ മുഴുവനും മേലെയിരിക്കാൻ എല്ലാ മാശായിഖന്മാരുടെ തോളുമ്മൽ ഏകൽ ആരുളാലെ എൻ്റെ കാലെന്നോവർ. ലോകത്തെ ഔലിയാക്കളുടെ നേതാവ് അവരാണ്. എന്നാലോ ഒരു സമയത്തും അള്ളാഹുവിന്റെ ദീനിൽ വെള്ളം ചേർത്തവരല്ല. മഹാനരായ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ഇങ്ങനെ ദിക്റും ചൊല്ലി നടക്കുമ്പോ ഔലിയാക്കളുടെ ഔന്നിത്യമുള്ള പദവിയിലെത്തിയ സമയത്താണ് അതാ ദാഹിച്ചു പരവശനായി 3 ദിവസമായി വെള്ളം ലഭിച്ചിട്ടില്ല. കുടിക്കാനുള്ള മാർഗമൊന്നും കാണുന്നില്ല. ഇറാഖിന്റെ വിജനമായ മരുഭൂമിയിൽ അവര് നടക്കുമ്പോഴാണ് ഒരു വിളി വരുന്നു. ഓ അബ്ദുൽ ഖാദിറേ, മോനെ ഇത് കുടിച്ചോ. ആകാശത്തുനിന്നൊരു തളിക ഇറങ്ങുകയാണ്. നെറ്റി ചുളിക്കേണ്ടതില്ല, തളിക ഇറങ്ങുമോ? ഖുർആൻ പറഞ്ഞില്ലേ, സക്കരിയാ നബി അലൈഹിസ്സലാം ചെന്നു മറിയം ബീവിയുടെ അരികിൽ. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖാ ഖാല യാ മറിയം അന്നാ ലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്.
മറിയം ബീവി നബിയല്ലല്ലോ, വലിയത്തായ മറിയമിന് ആകാശത്തുനിന്ന് തളികയിറക്കിയെന്ന് ഖുർആൻ. അതുപോലെയാണോ അതാ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് തളികയിറങ്ങി വരികയാണ്. കുടിച്ചോ അബ്ദുൽ ഖാദിറേ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകളതാ അതിന്റെ അരികിലേക്ക് നീങ്ങുകയാണ്. ദാഹം കൊണ്ട് പരവശനാണ്, ദിക്റു ചൊല്ലിയ നടത്തമാണ്. അവരുടെ ഇബാദത്തുകൾ അങ്ങനെയല്ലേ, നീളുന്ന ഇബാദത്തുകളും ദിക്റുകളുമാണ്. ആ തളികയുടെ മുന്നിലെത്തിയപ്പോഴാണ് കണ്ടത്, ഇത് എനിക്ക് ഹലാലല്ല. കാരണം തളികയിലെ പാത്രങ്ങൾ മുഴുവനും സ്വർണമാണ്. സ്വർണത്തിന്റെ പാത്രത്തിൽ കുടിക്കാൻ വിശുദ്ധമായി ഇസ്ലാം അനുമതി നൽകിയില്ലല്ലോ. അവിടെ നിന്നു, എന്നിട്ട് ചോദിച്ചു, എന്താണിത്? ഈ സ്വർണത്തിന്റെ തളിക എനിക്ക് ഹലാലല്ലല്ലോ, ഹറാമാണല്ലോ. ചില ആളുകൾ വിചാരിച്ചത് ഹറാമ് ഹലാൽ എന്ന് പറഞ്ഞാൽ ഈ കോഴി അറുക്കുന്നതും ആടിനെ അറുക്കുന്നതും അതുപോലെ ഹോട്ടലുകളിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെയാണ് ഹലാൽ എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചു പോയൊരു വിഭാഗം ആളുകൾ. ഹലാൽ എന്ന് പറഞ്ഞാല് ഭക്ഷണത്തിൽ മാത്രമല്ല, മുസ്ലിമിന്റെ വാക്കും പ്രവൃത്തിയും ജീവിതവും ഹലാൽ. മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉടനീളമുള്ളതാണ് ഹലാൽ. ഹലാൽ ഞങ്ങൾ തടയുമെന്ന് ചില ആളുകളുടെ മുദ്രാവാക്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് വിഷയം എന്ന് കൃത്യമായി പഠിച്ചിട്ടില്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ട യാതൊരു അറിവുമില്ലാത്ത ആളുകളാണ് ഇന്ന് ഹലാലും ഹറാമും ഒക്കെ പറയും. നിങ്ങൾ നോക്കൂ, പല മതങ്ങൾക്കും ഇവിടെ മൃഗങ്ങളെ അറുക്കാൻ പല രീതികളുണ്ട്. സിഖ് സമുദായം അവരുടെ രീതിശാസ്ത്രം അനുസരിച്ചാണ്, മതശാസ്ത്രം അനുസരിച്ചാണ് അവർ മൃഗങ്ങളെ അറുക്കുന്നത്. അതേ അവർക്ക് കഴിക്കാൻ പറ്റും. ഛഡ്ക എന്നാണ് അതിന് പറയുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഉത്തരേന്ത്യയിലേക്ക് സഞ്ചരിച്ചാൽ അവിടെയുള്ള പല ഹോട്ടലുകളിലും ലഭിക്കുന്ന മാംസം സിഖുകാരുടെ മതനിയമപ്രകാരം അർത്ഥ മാംസമാണ്. നിങ്ങൾ നോക്കൂ, വിദേശ രാജ്യങ്ങളിലൊക്കെ ഹോട്ടലുകളിൽ ചെന്നാൽ ജൂതന്മാരായ ആളുകൾ, അവരുടെ മതത്തിൽപ്പെട്ട ആളുകൾ അറുത്ത മാംസമാണ് അവർ കഴിക്കുക. അതിന് നിയമങ്ങളുണ്ട്. വെറും ജൂതനെ പറ്റൂല, നല്ല ജൂതനായിരിക്കണം. ജൂതൻ അറുത്ത മാംസമേ ജൂതൻ കഴിക്കൂ, അതവരുടെ നിയമമാണ്. ആ നിയമപ്രകാരമുള്ള മാംസമാണ് ജൂതന്മാർ കഴിക്കുക. അങ്ങനെ ലോകത്ത് വ്യത്യസ്തമായ കൾച്ചറുകൾ എല്ലാ കാലത്തും ഉണ്ട്. പരസ്പരം എല്ലാവരും ഉൾക്കൊള്ളാറുണ്ട്. മുസ്ലിമീങ്ങൾക്ക് ഹലാലും ഹറാമും ഇന്നും ഇന്നലെ അല്ല. ചില ആളുകളുടെ സംവാദങ്ങളും സംശയങ്ങളും കേട്ടാൽ നമുക്ക് അങ്ങനെ തോന്നുന്നു. നമ്മുടെ ഹോട്ടലിന് മുമ്പിലൊക്കെ പിന്നെ ബോർഡ് വെച്ചത് എന്തിനാ? മുസ്ലിമീങ്ങൾക്ക് കൂടി കഴിക്കാൻ പറ്റിയ ഭക്ഷണം ഇവിടെ ഉണ്ടെന്ന് കാണിക്കാനാണ്. ഉദാഹരണത്തിന് ഒരു ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് പാനീയം, ഒരു ഗ്ലാസ് മദ്യം, ഇത് രണ്ടും ഇവിടെ ഇരിക്കുന്നു വിചാരിക്കാം. ഇവിടെ ഇരിക്കുന്ന ഒരു ഗ്ലാസ് മദ്യം, ഒരു ഗ്ലാസ് സാധാരണ വെള്ളവും. ഒരാള് ഇത് രണ്ടും മദ്യമല്ല, ഇത് വെള്ളമാണ്, നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നതാണ്, മദ്യത്തിന്റെ അടുത്തിരുന്നത് കൊണ്ട് മദ്യമാണ് എന്ന് കരുതിപ്പോകല്ലേ എന്ന് കാണിക്കാൻ അതിന്റെ മേലിൽ ഇത് ഹലാലാണ് എന്ന് എഴുതി വെച്ചാൽ അതെങ്ങനെയാണ് അപരാധാവ്? നമ്മുടെ നാടൊക്കെ സുബ്ഹാനല്ലാഹ് ഇല്ലാത്ത നുണകളും ഇല്ലാത്ത കഥകളും പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിച്ച് തമ്മിലടുപ്പിച്ച് മതകീയമായി വർഗീയമായി വേർതിരിക്കുക. ആ വേർതിരിവിന്റെ ഇടയിലൂടെ അവരുടെ പൊളിറ്റിക്കൽ പ്രൊപ്പഗണ്ടകളെ നടപ്പാക്കിയെടുക്കുക. ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വൈകാരികമായി അവരെ ഇങ്ങനെ വൈകാരികതയുടെ മേൽ ഉറപ്പിച്ചു നിർത്തിയിട്ട് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രശ്നങ്ങളെയും, ജീവൽ പ്രശ്നങ്ങളെ മുഴുവനും അതിന്റെ പിന്നിലൂടെ മൂടിക്കളയാം. മറ്റു ചർച്ചകളൊന്നും വരരുത്. ഇവരെല്ലാ കാലത്തും വൈകാരികമായി ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം. ഒരിക്കൽ HRC, അടുത്തത് CAA, അതിനപ്പുറത്ത് ഹലാല്. ഓരോ ദിവസവും പുതിയ പുതിയ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ പിറകിൽ വ്യക്തമായ രാഷ്ട്രീയ അജണ്ടകളുണ്ട്. മനുഷ്യരെ തമ്മിലടിപ്പിക്കാനുള്ള തത്വശാസ്ത്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അള്ളാഹു നമ്മുടെ നാടിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുസ്ലിമീങ്ങൾക്ക് ഹലാല് എന്ന് പറഞ്ഞാൽ, അനുവദനീയമായത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചുറ്റുപാടുമുള്ള ഹൈന്ദവരായ ആളുകൾക്ക് അതിനെ വ്യക്തമായി വിശാലമായി തന്നെ പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. അതിന്റെ പേരിലാണ് ഈ കഥകളും ഇല്ലാ കഥകളും നുണകളും ഒക്കെ പറഞ്ഞത്. അർത്ഥതല്ലാത്ത, കുത്തിച്ചത്തതോ വഴിയിൽ കിടക്കുന്നതോ മോശമായതോ മ്ലേച്ഛമായതോ നിങ്ങളൊക്കെ മിഹ്റാബിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും ഇഷ്ടം പോലെ. നമ്മുടെ വസ്ത്രം ഹലാലായിരിക്കണം.
ആലോചിച്ചു നോക്കൂ, നാളെ മുതൽ ഹലാലായ വസ്ത്രം അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം വെഡിത്ത. ഞാൻ അധ്വാനിച്ച പൈസ കൊണ്ട്, പലിശയല്ലാത്ത എന്റെ അധ്വാനം കൊണ്ട് ഞാനൊരു വസ്ത്രം വാങ്ങി ധരിക്കാന്ന് പറഞ്ഞാൽ ഹലാലായ വസ്ത്രമാണ്. നേരെ മറിച്ച് ഒരാളുടെ വസ്ത്രം, ഞാൻ ഉസ്താദിന്റെ വസ്ത്രം എടുക്കാന്ന് വിചാരിക്കാം, ഉസ്താദിന്റെ അനുമതിയില്ലാതെ ഉസ്താദിന്റെ വസ്ത്രം എടുത്തു നിങ്ങൾ വിചാരിച്ചോ, അത് ഹറാമാണ്. അതിട്ടുകൊണ്ട് നടത്തുന്ന ആരാധനകൾക്ക് വരെ ചർച്ചകൾ വേറെ ഉണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് ഹലാല് ഭക്ഷണത്തിൽ മാത്രമാണ് എന്ന് സാധുക്കൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. ചില ആളുകൾ ഇങ്ങനെയാണല്ലോ നുണകളെ പറഞ്ഞ് പ്രചരിപ്പിച്ച്, വാട്സപ്പുകളിലൂടെ പ്രചരിപ്പിച്ച് മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ വർഗീയത കുത്തി നിറയ്ക്കുക. എന്നാലോ ശരിയായ മഹാന്മാരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് കണ്ടില്ലേ? മഹാന്മാരുടെ ജീവിതത്തിന്റെ ആശയങ്ങളുടെ, അവര് ലോകത്തോട് സംവദിച്ച ശൈലികളുടെ ലോകം നമ്മളോട് പറയുന്നത് കണ്ടില്ലേ? അവരുടെ ജീവിതം എത്രത്തോളം മറ്റുള്ള മതസ്ഥരെ ഉൾക്കൊണ്ടതായിരുന്നു.